നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകർ, എല്ലാവർക്കും വാരഫലത്തിലേക്ക് സ്വാഗതം. ഇവിടെ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് 1200 കർക്കിടക മാസം 14-ാം തീയതി മുതൽ 2025 ജൂലൈ 30-ാം തീയതി മുതൽ ഉള്ള ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഇവിടെ നാം വാരഫലത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ഗ്രഹസ്ഥിതികൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം. നാം ഈ വാരഫലം ചർച്ച ചെയ്യുമ്പോൾ അത്തം നക്ഷത്രത്തിലാണ്, കന്നിരാശിയിലാണ് ചന്ദ്രനുള്ളത്. മറ്റ് വിശേഷിച്ച് ഗ്രഹങ്ങൾക്ക് വലിയ സ്ഥാനചലനങ്ങൾ ഒന്നുമില്ല. ശുക്രൻ മിഥുനത്തിലേക്ക് ശക്തമായി വന്നു കഴിഞ്ഞു, ചൊവ്വയും കന്നിരാശിയിലേക്ക് വന്നു കഴിഞ്ഞു. അതിനാൽ നാം ചർച്ച ചെയ്യുന്ന ഈ വാരഫലം ശുഭാശുഭങ്ങൾ മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്ക് എപ്രകാരം അവരെ സ്വാധീനിക്കുന്ന ശുഭാശുഭ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നുവെന്ന വിഷയമാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ യൂട്യൂബ് ചാനൽ ഡോക്ടർ മാരാർജിയിലേക്ക് സുസ്വാഗതം. മേടൻ രാശിയിൽ ഇന്ന് ഗ്രഹങ്ങളില്ല. 2-ാം ഭാവത്തിലും ഗ്രഹങ്ങളില്ല. 3-ാം ഭാവത്തിൽ വ്യാഴവും ശുക്രനും ഒന്നിച്ചു നിൽക്കുന്നു. 4-ാം ഭാവത്തിൽ സൂര്യനും ബുധനും, 5-ാം ഭാവത്തിൽ കേതു, 6-ാം ഭാവത്തിൽ ചൊവ്വയും ചന്ദ്രനും, 11-ാം ഭാവത്തിൽ രാഹു, 12-ൽ ശനി. ഇങ്ങനെയാണ് ഈ വാരത്തെ മേടൻ രാശിക്കാരുടെ ഗ്രഹസ്ഥിതി. ആദ്യമായി നാം ചിന്തിക്കേണ്ടത് രാശ്യധിപനായ ചൊവ്വയുടെ പൊസിഷനാണ്. അതിനു മുമ്പ് എന്താണ് മേടൻ രാശി? അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു മേടൻ രാശി. ഇവിടെ മേടൻ രാശിക്കാർക്ക് ചൊവ്വ അതിശക്തമായി 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. അതിനാൽ മേടൻ രാശിക്കാർക്ക് തങ്ങളുടെ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുവാൻ, പ്രവർത്തിക്കുവാനുള്ള നല്ലൊരു ധീരതയും സ്ഥൈര്യവും ലഭിക്കുന്ന വാരമാകുന്നു ഈ ഒരു വാരം. ഇവിടെ ചൊവ്വ വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും. 6-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ബലവാൻ ശത്രുജിതശ്ച ശത്രുയാതെ, ബലവാനും ശത്രുക്കളെ ജയിക്കുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. 6-ൽ ചൊവ്വ നിൽക്കുമ്പോൾ ശത്രു തന്നെ മുന്നിൽ നിൽക്കില്ല. ന തിഷ്ഠന്തി ഷഷ്ഠേ അരയഃ അങ്കാരകൈ വാ തദ് അങ്കേരിത സങ്കരെ ശക്തിമന്ത മനീഷ സുഖി മാതുരോവാന്ന തദ്വത് വിരിയേതവിത്തം ലഭേദാപി ഭൂരി. 6-ലെ ചൊവ്വ ധാരാളം കാശ് കിട്ടിയാലും അതൊക്കെ അനാവശ്യമായി അടിച്ച് പൊടിച്ച് കളിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ധനനാശം വരാതെ നോക്കുക. ഭൂമി ഇടപാടിലൂടെയും മധ്യസ്ഥതകളിലൂടെയും പല കാര്യങ്ങളിലും കരുത്ത് നേടി ശത്രുവിൻ്റെ അല്ലെങ്കിൽ തൻ്റെ അന്യൻ്റെ മുതൽ സമ്പാദിക്കുവാനുള്ള കരുത്ത് ചൊവ്വ പ്രദാനം ചെയ്യും. അതിനാൽ ധനലാഭം ധാരാളമായി ഉണ്ടാകും. പക്ഷേ ആ ധനലാഭത്തെ രക്ഷിക്കുവാനും പഠിക്കണം എന്ന് പ്രത്യേകം പറയട്ടെ മേടം രാശിക്കാരോട്. ഇവിടെ മേടൻ രാശിക്കാർക്ക് ഒരു വിഷയം വരുന്നത്, അവരുടെ കുടുംബപതി 4-ാം ഭാവാധിപനായ ഗ്രഹം 6-ൽ നിൽക്കുന്നു. അതിനാൽ അമ്മയുമായി പിണങ്ങി നിൽക്കേണ്ട സമയമാണ്. അമ്മയെ ശുശ്രൂഷിക്കാൻ അവസരം ലഭിക്കില്ല. മാതൃശീലോ തദ്വൽന, അമ്മയെ പരിചരിക്കുവാനുള്ള യോഗമുണ്ടാകില്ല. അതിനാൽ അമ്മയെ ശത്രുവായി കണക്കാക്കരുത്. തൻ്റെ യാത്രയിൽ പലപ്പോഴും വീട് വിട്ട് നിൽക്കേണ്ടുന്ന അവസ്ഥ വരും. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഞാൻ പറഞ്ഞു, പൂർവികമായ സ്വത്ത് വിൽപ്പനക്ക് ഉണ്ടെങ്കിൽ ഏറ്റവും അനുകൂലമാണ്. അതിന് ചൊവ്വ നിങ്ങൾക്ക് കരുത്ത് തരും. അതിനാൽ പൂർവികമായ സ്വത്ത്, ഭൂമി, തറവാട് സ്വത്ത്, കൂട്ടുസ്വത്ത് ഇതൊക്കെ നമുക്ക് ആവശ്യമില്ലെങ്കിൽ വിറ്റ് കാശുണ്ടാക്കാൻ വളരെ ഗുണമാണ്. പക്ഷേ നല്ല രീതിയിൽ ചെലവഴിക്കണം എന്ന് മാത്രം. ഇല്ലെങ്കിൽ ധനനഷ്ടം വരും. അനാവശ്യമായ ലാഭം വരുന്ന മറ്റ് പല മേഖലകളിലും അക്കരെ പച്ച കണ്ട് തുള്ളിച്ചാടി കാശ് നശിപ്പിക്കരുത് എന്ന് മാത്രം ഉപദേശം. ഇവിടെ 3-ാം ഭാവത്തിൽ ഗുരുശുക്രന്മാരുടെ നല്ലൊരു യോഗമുണ്ട്. ഈ സമയത്ത് മേടൻ രാശിക്കാർക്ക് അവരുടെ കുട്ടികൾക്ക് ഒക്കെ തന്നെ കല അഭ്യസിക്കാൻ, ഡാൻസ്, എഴുത്ത്, ചിത്രരചന, ആ രീതിയിൽ കലയുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ വ്യാപരിക്കുവാനുള്ള വലിയൊരു കരുത്ത് മേടൻ രാശി പ്രദാനം ചെയ്യും. നല്ലൊരു യോഗമാണ് ഗുരുശുക്രന്മാരുടെ 3-ാം ഭാവത്തിലുള്ള യോഗം. 3-ാം ഭാവം നിങ്ങളുടെ കൈകളുടെ ചലനമാകുന്നു. അതിനാൽ നൃത്തം, തൗരത്രികത്തിൽ നൃത്തവുമായി ബന്ധപ്പെടുന്ന എനി ഫോം ഓഫ് ആർട്ട് ദാറ്റ് ഷുഡ് ബി ഇംപ്ലിമെൻറ്റഡ്. ഇപ്പോൾ വേണമെങ്കിൽ അത് ചെയ്ത് വളരെയധികം പേരും പ്രശസ്തിയും ഉണ്ടാക്കാം. അരങ്ങേറാനൊക്കെ അടുത്ത മാസം കന്നിമാസം വരുന്നുണ്ട്. അതിനാൽ കന്നിമാസത്തിലേക്കുള്ള അഷ്ടമി, നവമി കഴിഞ്ഞ് വിദ്യാരംഭം, ദശമി ദിനത്തിൽ ഇതൊക്കെ അരങ്ങേറാനുള്ള ഒരു അസുലഭമായ അവസരം കൈവരും. മേടം രാശിക്കാർക്ക് അതിനുവേണ്ടി ഉത്സാഹിക്കുക. 4-ാം ഭാവത്തിൽ സൂര്യനും ബുധനുമുണ്ട്. പലപ്പോഴും നല്ല അധികാരങ്ങളും സൗഹൃദങ്ങളുമൊക്കെ ലഭിക്കും. മേടൻ രാശിക്കാർക്ക് കർമാധിപനായ ശനി വളരെ ദുർബലമായി 12-ലാണ് നിൽക്കുന്നത്. പക്ഷെ ഇപ്പോൾ ആ ബുധൻ കർമ്മമേഖലയിൽ ചില നല്ല നന്മകളൊക്കെ പ്രദാനം ചെയ്യാൻ പര്യാപ്തമായി വരും.
അവിടെ സൂര്യൻ വരുമ്പോൾ സ്വന്തം ആളുകൾ തന്നോട് ദ്വേഷിക്കും, ശത്രുത പുലർത്തും. അതിനാൽ ഈ വാരത്തിൽ നിർബന്ധമായും ഒരു കർമ്മമുട്ട് ചെയ്യണം, ശത്രുമുട്ടി ചെയ്യണം. അപ്രകാരം കർമ്മദോഷങ്ങളൊക്കെ നിവാരണം ചെയ്ത് മുന്നോട്ട് പോയാൽ മേടൻ രാശിക്കാർക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ദുർബല ജാനുഹോ, കാൽമുട്ടുകൾക്ക് ബലക്കുറവുള്ള രാശിയാണ്. അതിനാൽ പാദങ്ങൾ ജലത്തിൽ തെന്നി വീഴുക, അതുപോലെ തന്നെ ഡിസ്ക് നടു സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ വരിക. പാദങ്ങൾക്ക് ദൗർബല്യമുള്ള രാശിയാണ് സ്വതവേ മേടൻ രാശി. ശാരീരികമായി ഈ വിഷയങ്ങളിലൊക്കെ ജാഗ്രത പാലിക്കുക. ഈ ശത്രു വിഷയത്തിലുള്ള ദോഷങ്ങൾക്ക് പരിഹാരം കാണുക. അല്ലാതെ മറ്റ് വലിയ ബുദ്ധിമുട്ടുകളൊന്നും മേടൻ രാശിക്കാർക്ക് വരാറില്ല. എല്ലാ മേടൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു വാരം പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.